സ്റ്റുഡൻസ്, ലേൺ ടു വിൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3 തിയറിയെ കുറിച്ചാണ്. മൊണാർക്കി തിയറി അഥവാ യൂണിറ്ററി തിയറി അഥവാ രണ്ടാമത്തേത് മൾട്ടി ഫാക്ടർ തിയറി അഥവാ അനാർക്കി തിയറി, മൂന്നാമത്തേത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ പ്രൈമറി മെന്റൽ എബിലിറ്റി തിയറി. നമ്മൾ 3 തിയറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ആദ്യത്തെ തിയറിയായ മൊണാർക്കി തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. Commonly known as unitary theory. Unitary theory എന്ന് monarchic theory എന്ന് പറയും. It holds that intelligence consists of one factor. ഒരു വ്യക്തി ഏതൊരു കഴിവും പ്രകടിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും പ്രകടിപ്പിക്കട്ടെ, അതിൽ ഒരു ഫാക്ടറേ അടങ്ങിയിട്ടുള്ളൂ. അതാണ് ഇന്റലിജൻസ് എന്നാണ് മൊണാർക്കി തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഒരു കഴിവ് പ്രകടിപ്പിക്കലോ അതിൽ ഒരു ഫാക്ടർ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതാണ് ഇന്റലിജൻസ് എന്നാണ് മൊണാർക്കി തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ മൾട്ടി ഫാക്ടർ തിയറി. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ E.L. തോണ്ടൈക്ക്. ഈ മൾട്ടി ഫാക്ടർ തിയറി കൊണ്ടുവന്നിരിക്കുന്ന ആരാണെന്നറിയോ? E.L. തോണ്ടൈക്കാണ് ഈ മൾട്ടി ഫാക്ടർ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. മൾട്ടി ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്നാ, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ്. നമ്മൾ 8ാം ക്ലാസ്സിൽ സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്നാ, ഒരു സെൽ. മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്നാ, ഒന്നിൽ കൂടുതൽ സെൽസ്, മോർ ദാൻ വൺ സെൽസ്. അതുപോലെ തന്നെ യൂണിറ്ററി അഥവാ യൂണിറ്ററി തിയറി എന്താ, ഒരു ഫാക്ടർ അടങ്ങിയിട്ടുള്ളൂ. മൾട്ടി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താ, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് അടങ്ങിയ ഒരു ഇന്റലിജൻസ്. അതാണ് മൾട്ടി ഫാക്ടർ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്റലിജൻസ് ആസ് ദി കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ മെന്റൽ എബിലിറ്റീസ്. ഒരു വ്യക്തി ഏതൊരു കഴിവും പ്രകടിപ്പിച്ചോട്ടെ, പക്ഷെ അതിൽ ഒരു ഫാക്ടർ മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ മെന്റൽ എബിലിറ്റി അടങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തി ഏതൊരു കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ മെന്റൽ എബിലിറ്റീസ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഇന്റലിജൻസ് എന്നാണ് തോണ്ടൈക്ക് മൾട്ടി ഫാക്ടർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്താണ് നമ്മൾ പ്രൈമറി മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നോക്കാം. Primary mental abilities. It was proposed by Louis L. Thurston. ഈ തിയറി കൊണ്ടുവന്ന ആരാണ്? ലൂയിസ് എൽ തേഴ്സ്റ്റൺ ആണ് ഈ തിയറി കൊണ്ടുവന്നത്. മൾട്ടി ഫാക്ടർ തിയറി കൊണ്ടുവന്ന ആരായിരുന്നു? തോണ്ടൈക്ക് ആയിരുന്നു അല്ലേ? ഈ തിയറി കൊണ്ടുവന്ന ആരായിരുന്നു? തേഴ്സ്റ്റൺ ആണ്. Intelligence is the continuation of primary mental abilities is the continuation of two factor theory. Two factor തിയറിയുടെ ഒരു കണ്ടിന്യൂഷനാണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. ഈ പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നും പറയുന്നുണ്ട്. ഈ ടു ഫാക്ടർ തിയറിയുടെ കണ്ടിന്യൂഷനാണ് ഇത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ പ്രൈമറി മെന്റൽ എബിലിറ്റി. ഇന്റലിജൻസ് ഇൻ ടേംസ് ഓഫ് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. ഒരു വ്യക്തി, നമ്മൾ പറയുന്നു, ഒരു വ്യക്തി ഏത് കഴിവും പ്രകടിപ്പിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ കഴിഞ്ഞ മുന്നത്തെ മൾട്ടി ഫാക്ടർ തിയറിന്ന് പറഞ്ഞത്. പക്ഷേ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് തേഴ്സ്റ്റൺ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി ഏത് കഴിവും പ്രകടിപ്പിക്കുമ്പോൾ അതിൽ 7 തരത്തിലുള്ള പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് ഈ തേഴ്സ്റ്റൺ ഈ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ടു ഫാക്ടർ തിയറിയുടെ കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ടു ഫാക്ടർ തിയറിയിൽ സ്പിയർമാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ജനറൽ ഫാക്ടർ ഉണ്ടെന്നാണ്, എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള ഫാക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷനിലായിട്ട് ഈ ഗ്രൂപ്പ് ഫാക്ടർ തിയറി വന്നതിലൂടെ ഈ തേഴ്സ്റ്റൺ എന്ത് ചെയ്യുമെന്നറിയോ? ഈ സ്പിയർമാൻ കൊണ്ടുവന്ന ജനറൽ ഫാക്ടർ അത് ഈ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിലേക്ക് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ഫാക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒരു വ്യക്തി ഏത് കഴിവും പ്രകടിപ്പിക്കുമ്പോൾ അതിൽ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് കാണും. അതിൽ ഓരോന്നിലും ഒരു പ്രൈമറി ഫാക്ടറും കാണുമെന്നാണ് ഈ തേഴ്സ്റ്റൺ ഈ തിയറിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ, സ്പേസ്, മെമ്മറി, പെർസെപ്ഷൻ സ്പീഡ് ആൻഡ് റീസൺ. ഏതൊക്കെയാണ്? വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ, സ്പേസ്, മെമ്മറി, പെർസെപ്ഷൻ സ്പീഡ് ആൻഡ് റീസണിങ്. വെർബൽ കോംപ്രിഹെൻഷൻ എന്താണ്? ഇപ്പം നമ്മളൊരു വാക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് വായിച്ചെടുത്ത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ വിശദീകരിക്കാൻ സാധിക്കുന്നു, അങ്ങനത്തെ ഒരു എബിലിറ്റീനെയാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി, ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പെർഫോമൻസ് ചെയ്യുക,
മീൻസ് പ്രസംഗിക്കുക. ആ ഒരു വ്യക്തി പെട്ടെന്ന് വാക്കുകളൊക്കെ പെട്ടെന്ന് സാഹിത്യപരമായിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, അങ്ങനത്തെ ഒരു എബിലിറ്റീനെ പറയുന്നതാണ് വെർബൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് വേർഡ് ഫ്ലുവൻസി. വേർഡ് ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു വേർഡ് ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അതാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലെ എക്സാമ്പിളായിട്ട് പ്രിപ്പോസിഷൻസ് ഒക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർക്കത്തില്ലേ. ഇപ്പം ആൻ ആപ്പിൾ, ആൻ ഓണേഴ്സ്, ആൻ ഓണറേബിൾ, അങ്ങനെ ആൻ എ യൂറോപ്പ് അങ്ങനെയൊക്കെ പറയത്തില്ലേ. പെട്ടെന്ന് ആൻ എ എന്നത് ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എച്ച് സൈലന്റ് ആയതുകൊണ്ടാണ് ആൻ എന്ന് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേർഡ് ഓർമ്മ വരും. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എബിലിറ്റിയെ പറയുന്നതാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. നമ്പർ എന്താണ്? നമുക്കൊരു ഇപ്പം അതുല്യ എന്ന് പറയുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് മാത്സിനെ കുറിച്ച് നല്ല കഴിവുണ്ട്. ഇപ്പം ബേസിക് എല്ലാം അറിയാം. ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്താൽ പെട്ടെന്ന് അത് പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് നമ്പർ എന്ന് പറയുന്നത്. സ്പേസ് എന്താണ്? ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തെക്കുറിച്ച് നല്ലതായിട്ട് അറിയാം. ഇപ്പം നമ്മൾ ടൂർ പോകുമ്പോൾ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ, ആ സ്ഥലത്തെക്കുറിച്ച് നല്ലതായിട്ട് അറിയാവുന്ന ഒരാൾ അല്ലേ സ്ഥലമൊക്കെ സെലക്ട് ചെയ്യുന്നത്. അത്ര എബിലിറ്റിയാണ് എന്ത്, സ്പേസ് എന്ന് പറയുന്നത്. അടുത്താണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പം ഒരു തിയറിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറിയെ കുറിച്ചുള്ള ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തിയറി പഠിച്ചുകൊണ്ടാണ് ആ ഇന്ന സ്ഥലത്തുനിന്ന് പഠിച്ചുകൊണ്ടാണ് ആ ചോദ്യം വന്നതെന്ന്. അപ്പോൾ പെട്ടെന്ന് ഓർത്ത് കിട്ടത്തില്ലേ. അതാണ് ആ ഒരു എബിലിറ്റിയാണ് പെട്ടെന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് മെമ്മറി എന്ന് പറയുന്നത്. അടുത്താണ് പെർസെപ്ഷൻ സ്പീഡ്. നമ്മളെന്താ, ഇപ്പം മ്യൂസിക്കിൽ പോയി ഇന്ന ഒരു കാര്യം കാണുമ്പം അതിനെക്കുറിച്ച് പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ സാധനം കിട്ടിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കൊച്ചു പിള്ളേർക്ക് 2 പടം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലില്ലാത്ത സാധനങ്ങൾ എന്നാണ്, ഇപ്പോഴത്തെ കാണുന്ന ഇല്ലാത്തതും ഉള്ളതും ഏതൊക്കെയാണ്, അതിൻ്റെ വ്യത്യാസം എന്നാണെന്ന് തിരിച്ചറിയാൻ പറയത്തില്ലേ. അപ്പോൾ അത്തരം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ സ്പീഡ് എന്ന് പറയുന്നത്. റീസണിങ് ആണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അത് ലോജിക്കപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മൊണാർക്കി തിയറി പഠിച്ചു, അഥവാ യൂണിറ്ററി തിയറി പഠിച്ചു, പ്രൈമറി മെൻ്റൽ എബിലിറ്റീസും പഠിച്ചു, മൾട്ടി ഫാക്ടർ തിയറി എന്താണെന്നും പഠിച്ചു. ഇത്രയും തിയറി നമ്മൾ പഠിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ബാക്കി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഒക്കെ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതുവരേക്കും ബൈ.